ഹായ് മക്കളെ, ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് രണ്ട് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡാണ് പഠിക്കാനുള്ളത്. ESR അല്ലെങ്കിൽ EPR, ദെൻ വാട്ട് മോസബെയർ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, നമുക്ക് ഈ സെഷനിൽ ESR നമുക്ക് നോക്കിക്കാണാം. ESR ഓഫ് കോഴ്സ് ഒരു വീഡിയോയിൽ തീരത്തില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 വീഡിയോസ് എങ്കിലും ആവശ്യമായിട്ട് വരും. സോ ദിസ് ഇസ് യുവർ പാർട്ട് 1. ഓക്കെ, ESRനെ പറ്റിയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കാം അല്ലേ. ESR അല്ലെങ്കിൽ EPR എന്താണെന്ന് നോക്കാം. ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ESRൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോൺ സ്പിൻ റെസണൻസ്. ഓക്കെ, അപ്പോൾ EPR എന്തായിരിക്കും? ഓക്കെ, ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസണൻസ്. അപ്പോൾ ഈ ടേംസ് എന്നൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസണൻസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഒരു പാരാമാഗ്നറ്റിക് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലബ്ബ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ആണെങ്കിൽ എന്തുണ്ടാവും, ഒരു റേഡിയേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. യെസ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ESRൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈക്രോവേവ്. അതെന്താണ്? മൈക്രോവേവ് ആണ് ESR അല്ലെങ്കിൽ EPR. ഓക്കെ, ആൻഡ് നമുക്ക് NMRനെ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. കാരണം ESRും അതേപോലെ NMR തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ രണ്ടുപേരും കമ്പയർ ചെയ്തിട്ടായിരിക്കും ഈ സെഷൻ കൊണ്ടുപോവുക കേട്ടോ. അപ്പോൾ NMRൽ ഏത് റേഡിയേഷനാണ് യൂസ് ചെയ്യുക? യെസ്, ദാറ്റ് ഈസ് റേഡിയോ വേവ്. അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, റേഡിയോ വേവ്. ഇനി മോസബെയറിൻ്റെ കാര്യം, ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പി ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം മോസബെയറിനെ കൂടെ ഒന്ന് പരിഗണിച്ചേക്കാം അല്ലേ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? യെസ്, ഗാമ റേഡിയേഷൻസ് ആണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരികയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇതാ ഇങ്ങോട്ടാണ് വേവ് ലെങ്ത്, ഇതാ ലെഫ്റ്റിലോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതാ ഈ ഗാമ റേഡിയേഷൻസ് ഇവിടെ ആരായിരിക്കും? യെസ്, മോസബെയർ. ഓക്കെ, ഇതാണ് മോസബെയർ. മോസബെയർ സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഗാമ റേഡിയേഷൻസ്. ഇത് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി മൈക്രോവേവ് ആരാണ്? യെസ്, നമ്മുടെ ESR അല്ലെങ്കിൽ EPR. റേഡിയോ വേവ്സ് ആരാണ്? NMR. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ ഡയറക്റ്റായിട്ട് മേ ബി ചോദിച്ചേക്കാം. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അല്ലേ. ഏത് റേഡിയേഷനാണ് ESRൽ യൂസ് ചെയ്യുന്നത്? ഏതാണ്? മൈക്രോവേവ് ആണ്. NMRലാണെങ്കിൽ ആരാണ്? റേഡിയോ വേവ്സ് ആണ്. മോസബെയറിലാണെങ്കിൽ ആരാണ്? ഗാമ റേഡിയേഷൻസ് ആണ്. ഓക്കെ, എന്നിട്ട് ഇനി എന്തിനാണ് ആക്ച്വലി ESR സ്പെക്ട്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ നമ്മൾ ഫുൾ ഫോം പറഞ്ഞിരുന്നു പാരാമാഗ്നറ്റിക് റെസണൻസ്. അപ്പോൾ അത് തന്നെയാണ് മക്കളെ, ടു ഐഡൻറ്റിഫൈ പാരാമാഗ്നറ്റിക് സ്പീഷീസ്. ഓക്കെ, ടു ഐഡൻറ്റിഫൈ പാരാമാഗ്നറ്റിക് സ്പീഷീസ്. ഓക്കെ, അതായത് തന്നിരിക്കുന്ന സ്പീഷീസ് പാരാമാഗ്നറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് മക്കളെ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിമ്പിളായിട്ട് ESR സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനെ പാരാമാഗ്നറ്റിക് ആവണമെങ്കിൽ എന്ത് വേണം? ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കണം അല്ലേ. ഇതൊക്കെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പാരാമാഗ്നറ്റിക് ആവണമെങ്കിൽ എന്ത് വേണം? യെസ്, അറ്റ്ലീസ്റ്റ് ഒരു അൺപെയർഡ് ഇലക്ട്രോണെങ്കിലും വേണമെന്നുള്ളത് ക്ലിയർ ആണല്ലോ. യെസ്, ഇനി കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ടു എക്സിബിറ്റ് ESR. ഓക്കെ, കണ്ടീഷൻ ടു എക്സിബിറ്റ് ESR. എന്തിനാണ്? ESR ആക്റ്റീവ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇത് പറഞ്ഞത് തന്നെയാണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ സ്പിൻ ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ലെറ്റ്സ് ഞാൻ പറയുകയാണ്, ഇങ്ങനെ H2 മോളിക്യൂളാണ് നിങ്ങളെന്ന് വിചാരിക്കാം തന്നിരിക്കുന്നത്. H2 എങ്ങനെയാണ്? ഇങ്ങനെയാണല്ലേ. യെസ്, 1s2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെയുള്ള സ്പിൻ എത്രയാണ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് +1/2 ആണ്, ഒന്നെന്താണ്? -1/2. ഓക്കെ, സ്പിൻ എന്തായി? 0. അപ്പോൾ ഇതെന്താണ്? ESR ഇനാക്റ്റീവ് ആണ്. ഓക്കെ, ESR ഇനാക്റ്റീവ്. ഓക്കെ, ടോട്ടൽ സ്പിൻ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കെമിക്കൽ ബോണ്ടിങ് ഒന്ന് ഓർത്തോളെ, O2B2. ഓക്കെ, രണ്ടാളും എത്ര ഇലക്ട്രോൺ ആണ്? യെസ്, 16 ഇലക്ട്രോൺ ആണ്. ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. B2 എന്താണ്? 10 ഇലക്ട്രോൺ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്താണ്? യെസ്,
പാരാമാഗ്നറ്റിക് സ്പീഷീസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കൂടാ? ദിസ് ഇസ് ആക്ച്വലി ESR ആക്റ്റീവ് എന്ന് എനിക്ക് പറഞ്ഞൂടെ? ESR ആക്റ്റീവ്. കാരണം എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? കണ്ടീഷൻ എന്താണ്? ESR ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ പാരാമാഗ്നറ്റിക് സ്പീഷീസ് ആയിരിക്കണം, അല്ലെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസൻറ്റ് ആയിരിക്കണം. ഇത്ര കാര്യമേ ഉള്ളൂ. ഇനി ലെറ്റ്സ് ഞാൻ പറയുകയാണ് H2. ഓക്കെ, H2 എന്താണ്? യെസ്, ഡയാമാഗ്നറ്റിക് ആണ്. നമ്മളിപ്പോൾ കണ്ടു അല്ലേ? 1s2. അപ്പോൾ എന്തായിരിക്കും? ESR ഇനാക്റ്റീവ് ആണ്. ESR എന്താണ്? ഇനാക്റ്റീവ് ആണ്. അതേസമയം H2+, അതേപോലെ H2-, രണ്ടും എന്താണ്? ഓക്കെ, H2+ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ, H2- എന്ന് പറയുമ്പോൾ യെസ്, ദാറ്റ് ഈസ് 3 ഇലക്ട്രോൺ. രണ്ടുപേരും എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, എന്തായി? ആക്റ്റീവ്. സിമ്പിൾ അല്ലേ? ഇനി ലെറ്റ്സ് ഞാൻ പറയുകയാണ് F2, N2. ഓക്കെ, ഇവരൊക്കെ എന്താണ്? യെസ്, ഇവരൊക്കെ ഡയാമാഗ്നറ്റിക് ആണ് എന്ന് എനിക്കറിയാം. ദിസ് ഈസ് ഡയാമാഗ്നറ്റിക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്തായിരിക്കും? യെസ്, ദീസ് ആർ ESR ഇനാക്റ്റീവ്. ESR ഇനാക്റ്റീവ്. ഇനി ഒരു മോളിക്യൂളിൻ്റെ ഒരു കേസാണ് പറയുന്നതെങ്കിൽ ലെറ്റ്സ് സേ NO2ൻ്റെ കേസാണ്. NO2 ഒരു ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ESR ആക്റ്റീവ് ആയിരിക്കും അല്ലേ? ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആണ്. യെസ്, ദർ ഈസ് 1 അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലേ? ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, അൺപെയ്ഡ് ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ NO2 എന്തായിരിക്കും? ESR ആക്റ്റീവ് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പാരാമാഗ്നറ്റിക് ആണോ അല്ലയോ എന്ന് നോക്കുക. അതായത് എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഇനാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. എന്നിട്ട് നമ്മൾ പ്രിൻസിപ്പിളിലേക്ക് വരികയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ESR. എന്താണ് പ്രിൻസിപ്പിൾ? ദാ ഇവിടെ എഴുതിയിരിക്കുന്ന ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി അബ്സോർപ്ഷൻ ഓഫ് എന്താണ്? മൈക്രോവേവ് റേഡിയേഷൻ. നമ്മൾ പറഞ്ഞു ESRൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി മൈക്രോവേവ് ആണ്. ബൈ അൺപെയ്ഡ് ഇലക്ട്രോൺ. ഓഫ് കോഴ്സ് നമുക്ക് അറിയാം അല്ലേ? ഇവിടെ എന്ത് വേണം? യെസ്, നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺ വേണം. When placed in an external magnetic field. Yes, this is important. Okay, എന്താണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മക്കളെ, ESRൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്ററാക്ട് വിത്ത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു? ഇൻറ്ററാക്ട് വിത്ത് ഇലക്ട്രോൺ സ്പിൻ. ഓക്കെ, ഇലക്ട്രോണുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. അതേസമയം NMRൻ്റെ കേസ് ആണെങ്കിലോ, ദിസ് ഇസ് ഫോർ ESR. ഓക്കെ, NMRൻ്റെ കേസ് ആകുമ്പോൾ ഇത്രയുള്ള എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു? യെസ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്ററാക്ട് വിത്ത് യുവർ ന്യൂക്ലിയസ്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ESRും NMRും നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ഇനി എന്താ നമുക്ക് നോക്കാനുള്ളത്? യെസ്, ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റ്, ഇതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. നോക്കൂ, ലെറ്റ്സ് സേ ഇൻ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇൻ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോണിൻ്റെ ഡീജനറസി എത്രയായിരിക്കും? ഡീജനറസി എത്രയായിരിക്കും? ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2s+1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ S എന്തായിരിക്കും? 1/2. ഓക്കെ, ദാറ്റ് ഈസ് 2 × 1/2 + 1 എന്തായിരിക്കും? ഡീജനറസി എത്രയായിരിക്കും? 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് MS എന്തായിരിക്കും? MS is equal to ±1/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ദിസ് ഇസ് ഇൻ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഞാൻ ജസ്റ്റ് ഒരു പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ നമ്മൾ എനർജി വേഴ്സസ്, ഓക്കെ, ദിസ് ഈസ് യുവർ എനർജി. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോറി ഫോർ ദിസ് ഈസ് യുവർ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വി റെപ്രസെൻറ്റ് ബൈ വോട്ട്? B0. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? യെസ്, ടെസ്ലയാണെന്ന് ഞാൻ പറയുകയാണ്. എന്നിട്ട് ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. എന്തിനാണ് വരയ്ക്കുന്നത്? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ പറയുകയാണ് ഇതാണ് ഇവിടെ B0. ഇവിടെ എന്താണ്? നോ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എന്താണ്? നോ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്.
ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 3 ആണ്, 0 ആണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്തായിരിക്കും എടാ? യെസ്, ഡീജനറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറയാം, സെയിം എനർജി ആണെന്ന് നമുക്ക് പറയാം. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അല്ലേ. എസ് ഇസ് ഈക്വൽ ടു എം എസ് ഇസ് ഈക്വൽ ടു +or-1/2. അപ്പോൾ ഞാൻ ഇതിവിടെ എഴുതുകയാണ്, ദിസ് ഇസ് യുവർ +1/2 ആൻഡ് ദിസ് ഇസ് യുവർ -1/2. ഡീജനറേറ്റ് ആണ്. എന്നിട്ട് ഇവിടെ എന്താണ് നമ്മുടെ B0 അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇവരുടെ ഡീജനറസി ഓഫ് കോഴ്സ് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? യെസ്, സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എം എസ് എന്താകും? ദിസ് ഇസ് എം എസ് -1/2 ആണ്, ആൻഡ് ദിസ് ഇസ് യുവർ എം എസ് ഇതെന്താണ്? +1/2 ആണെന്ന് ഞാൻ പറയുകയാണ്. ആൻഡ് ഈ എനർജി ഗ്യാപ്പ്, ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, ഈ എനർജി ഗ്യാപ്പ് എന്താണ്? ദിസ് ഇസ് കോൾഡ് വാട്ട്? ഡെൽറ്റ ഇ. ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ എനർജി ഗ്യാപ്പ് ഓക്കെ ഓഫ് ESR, എനർജി ഗ്യാപ്പ് ഡെൽറ്റ ഇ ഓഫ് ESR എന്ന് പറയുന്നത് നമ്മൾ NMR പഠിക്കും, ഓക്കെ, ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? ഈ ഡെൽറ്റ ഇ ഓഫ് NMR എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് നോക്കിക്കോളെ, ഇത് NMR ഞാൻ പറഞ്ഞിട്ടില്ല, തൽക്കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എനർജി ഗ്യാപ്പ് ഡെൽറ്റ ഇ ഓഫ് ESR എന്താണ്? വിൽ ഗ്രേറ്റർ ദാൻ വാട്ട്? NMR. എന്നിട്ട് നോക്കിക്കോളെ, ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഡെൽറ്റ ഇയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു MSG μB B0. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലേ. വാട്ട് ഈസ് μB? μB എന്ന് പറയുന്നത് എന്താണ്? ബോർ മാഗ്നറ്റോൺ. അത് നമുക്കിവിടെ എഴുതാം. ഓക്കെ, μB ഈസ് കോൾഡ് വാട്ട്? ബോർ മാഗ്നറ്റോൺ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.274 × 10⁻24 ജൂൾ പെർ ടെസ്ല എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓർ ഈ മ്യൂബിയെ എങ്ങനെ എഴുതാൻ പറ്റും? EH/4πme. ഓക്കെ, സോ ദിസ് ഇസ് യുവർ വാല്യൂ 9.274 × 10⁻24. ഇനി ദർ ഈസ് സംതിങ് കോൾഡ് G അല്ലേ, ആൻഡ് ദിസ് G ഈസ് ആക്ച്വലി ലാൻറ്റെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻറ്റെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ആൻഡ് ജനറലി ഫോർ ഇലക്ട്രോൺ ലാൻറ്റെ സ്പ്ലിറ്റിംഗ് വാല്യൂ എത്രയാണെന്ന് അറിയോ? 2 ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? 2. ആൻഡ് വാട്ട് ഈസ് B0? B0 എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. B0 ഈസ് യുവർ എക്സ്റ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? ജനറലി ടെസ്ലയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ്, ഇതിൻ്റെ എനർജി, ഈ -1/2 സ്പിന്നിൻ്റെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു ദറ്റ് ഈസ് -1/2 G μB B0. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയുന്നു. ഓക്കെ, -1/2 G μB B0 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ആൻഡ് ഇതാണെങ്കിലോ, ഇതിൻ്റെ എനർജി എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, ദിസ് ഇസ് 1/2 G, കാരണം എം എസിൻ്റെ വാല്യൂ എത്രയാണ്? 1/2 G μB B0. ഓക്കെ, ഇൻ കേസ് ഇത് മുകളിൽ എഴുതാം അല്ലേ, ബുദ്ധിമുട്ടാവണ്ട, ഇത് മുകളിൽ എഴുതി തരാം. ദിസ് ഇസ് -1/2 G μB B0. ഓക്കെ, അപ്പോൾ ഈ എനർജി ഡിഫറൻസ് എങ്ങനെയാണ് ഉണ്ടാകുക? ഓക്കെ, ദാറ്റ് പെർട്ടിക്കുലർ എനർജി ഡിഫറൻസ് ഇസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/2 G μB B0 മൈനസ്, ഓക്കെ, മൈനസ് എന്താണ്? ഈ എനർജി അല്ലേ, ദാറ്റ് ഈസ് -1/2 G μB B0, which is delta E എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? യെസ്, ദാറ്റ് ഈസ് G μB B0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എനർജി ഡിഫറൻസ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഒരു പ്രാവശ്യം കൂടെ പറയാം. വാട്ട് ഈസ് G? ലാൻറ്റെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, G എന്താണ്? ലാൻറ്റെ സ്പ്ലിറ്റിംഗ് ഫാക്ടർ 2 ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് μB? ബോർ മാഗ്നറ്റോൺ. Okay, what is the value? Yes, that is 9.274 × 10⁻24 joule per Tesla. B0 എന്താണ്? എക്സ്റ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ലയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ജിയുടെ വാല്യൂ എന്താണ്? ജനറലി വി വിൽ ടേക്ക് ഇറ്റ് ആസ് വാട്ട്? 2. ഓക്കെ, ആൻഡ് ഈ ഡെൽറ്റ ഇനെ നമുക്ക് എങ്ങനെ എഴുതാം? H nu is equal to G μB B0 എന്നുള്ള രീതിയിലും എഴുതാം. ഓക്കെ, എനർജി എന്ത് ചെയ്യുന്നു? H nu എന്നുള്ള രീതിയിൽ എഴുതുന്നതേ ഉള്ളൂ.
ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ദ എനർജി ഗ്യാപ്പ് ഓഫ് ESR ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ഡെൽറ്റ ഇ ഓഫ് NMR. ഇത് തൽക്കാലത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യാം. നോക്കിക്കോളെ, നമ്മൾ ഒരു പോയിന്റും കൂടെ എഴുതാൻ പോവുകയാണ്, വിച്ച് ഈസ് ഡെൽറ്റ ഇ ഓഫ് ESR, ഓക്കെ, ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ഡെൽറ്റ ഇ ഓഫ് NMR എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് എനിക്കറിയാം ഡെൽറ്റ നി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണെങ്കിൽ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ന്യൂ ഓഫ് ESR ഇസ് വോട്ട് ഗ്രേറ്റർ ദാൻ വോട്ട് ദ ഫ്രീക്വൻസി ഓഫ് NMR എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ലാംഡ ഓഫ് ESR ഈസ് ലെസ് ദാൻ വോട്ട് ലാംഡ ഓഫ് NMR. ഓക്കെ, അപ്പോൾ NMRൻ്റെ ലാംഡ വാല്യൂ എന്താണ്, കൂടുതലാണ് എന്നാണ് പറയുന്നത് അല്ലേ? യെസ്. അപ്പോൾ നോക്കിക്കോളെ, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ ഞാൻ വരികയാണ്. ഇവിടെ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ദാ ലാംഡ ഓഫ് NMR ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട് ലാംഡ ഓഫ് ESR. അത് തന്നെയല്ലേ മക്കളെ ഞാൻ പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, NMR ദ വേവ് ലെങ്ത് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ? NMRൽ നമ്മൾ ഏത് റേഡിയേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്? യെസ്, റേഡിയോ വേവ്സ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ദിസ് ഇസ് റേഡിയോ വേവ്സ്, ലാംഡ കൂടുതലാണ് അല്ലേ? ഇവിടെയാണെങ്കിലോ ദിസ് ഇസ് യോ മൈക്രോവേവ്. ഓക്കെ, കണക്ഷൻ കിട്ടുന്നില്ലേ? യെസ്. അപ്പോൾ അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടത്തേക്ക് വരുന്നു, ഇവിടെ നമ്മൾ ESRൽ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഏത് റേഡിയേഷൻ യൂസ് ചെയ്യുന്നു? യെസ്, വി വിൽ യൂസ് മൈക്രോവേവ് റേഡിയേഷൻ. ഓക്കെ, NMRലാകുമ്പോൾ വി വിൽ യൂസ് വോട്ട്? യെസ്, ഏതായിരുന്നു? റേഡിയോ വേവ്സ്. വിൽ യൂസ് റേഡിയോ വേവ്സ്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ആൻ ESR സ്പെക്ട്രം ഓഫ് Cu2+ അല്ലേ? Cu2+ ആണ് പറഞ്ഞിരിക്കുന്നത്. D9 ആണ്, അൺപെയർഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കും അല്ലേ? യെസ്, അൺപെയർഡ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ റെക്കോർഡഡ് ആൻ എക്സ് ബാൻഡ് സ്പെക്ട്രോമീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് എ ഫ്രീക്വൻസി 9.5 GHz. അതായത് നമ്മുടെ ഇക്വേഷൻ, നമുക്ക് ഉള്ള ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു G mu B B0 അല്ലേ? എന്നിട്ട് ഡെൽറ്റ ഇ നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സ്പെക്ട്രോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ്? 9.5 GHz ആണ്. അപ്പോൾ അത് ഞാൻ എഴുതുകയാണ്. ഡെൽറ്റ ഇനെ ഞാൻ എങ്ങനെ എഴുതാം? എച്ച് ന്യൂ എന്നുള്ള രീതിയിൽ എഴുതാൻ പോവുകയാണ്. നോക്കിക്കോളൂ. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ഇറ്റ് സിംപ്ലി ആസ് വോട്ട് എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു G mu B B0. ഓക്കെ, അപ്പോൾ എച്ച് അവിടെ നിൽക്കട്ടെ. എച്ച് 6.626 ഇൻറ്റു 10⁻⁻34. ഓക്കെ, 9.5 GHz ആണ്. അപ്പോൾ 9.5 ഇൻറ്റു ജിഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁹. ഓക്കെ, മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ മെഗാ ഹെർട്സ് എന്ന് പറയുമ്പോൾ 10⁻⁶. ജിഗാ ഹെർട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10⁻⁹. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ് അല്ലേ? ഇസ് ഈക്വൽ ടു. ഓക്കെ, എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ദ ഒബ്സർവ്ഡ് റെസണൻസ് ഒക്കേഴ്സ് അറ്റ് വോട്ട് 3400 ഗോസ്. ഓക്കെ, അതായത് നമ്മുടെ B0യുടെ വാല്യൂ ആണ് മക്കളെ തന്നിരിക്കുന്നത്. എന്താണ്? യെസ്, 3400 ഗോസ് ആണ്. ഗോസ്. ഓക്കെ, ജീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജി അറിയത്തില്ല അല്ലേ? ജി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ബോർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ എത്രയാണ്? യെസ്, ഞാൻ ഒരു പേജും കൂടെ എടുക്കാം. ഓക്കെ, വിൽ ടേക്ക് വൺ മോർ പേജ്. ബോർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9.274 ഇൻറ്റു 10⁻⁻24. കാണാൻ പറ്റുന്നുണ്ടോ എഴുതുന്നത്? യെസ്, ഇൻറ്റു എന്ത് വരും? നമ്മുടെ B0. പക്ഷേ B0 എന്തിലായിരിക്കണം? ടെസ്ലയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, 10⁻⁴ ഗൗസ് ഇസ് ഈക്വൽ ടു, ഓക്കെ, 10⁻⁴ ഗൗസ് ഇസ് ഈക്വൽ ടു 1 ടെസ്ലയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 3400 ഗോസ് ആണ്. 3400 ഗോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, അതായത് 0.34 ടെസ്ല എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു എന്ത് വരും? യെസ്, 9.5 ഇൻറ്റു 10⁻⁹ ഇസ് ഈക്വൽ ടു നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 9.5 ഇൻറ്റു 10⁻⁹. നമ്മുടെ G വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻറ്റു മ്യൂ ബിയുടെ വാല്യൂ എത്രയാണ്? യെസ്, 9.27 ഇൻറ്റു 10⁻⁻24. ഓക്കെ, ഇനി B0യുടെ വാല്യൂ 0.34 ടെസ്ല.
ഓക്കെ, അങ്ങനെ ഞാൻ എഴുതി. ഇനി ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഞാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, ഞാൻ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ്. ഇപ്പം 9.5ഉം 9.2 ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാൻസൽസ് ഔട്ട് ചെയ്യുന്നു. അപ്രോക്സിമേറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് 0.34 ആണ് അല്ലേ, അപ്പം ഞാൻ ഇതിനെ 3.4 എന്ന് എഴുതുകയാണ്. നോക്കിക്കോളെ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. കൺഫ്യൂഷൻ അടിക്കരുത്. 6.626 ഇൻറ്റു 10 ഇതെന്തായി -25 എന്ന് എഴുതാലോ. ഓക്കെ, ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു, ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യുകയാണ്, 3.4 എന്ന് എഴുതുകയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 10⁻⁻25 എന്ന് എഴുതിയാൽ മതി. അല്ലേ, മനസ്സിലായി? അപ്പോൾ എന്ത് ചെയ്യുക, ഈ 25ഉം ഈ 25ഉം എന്ത് ചെയ്യുക, ക്യാൻസൽസ് ഔട്ട് ചെയ്യുക. ഓക്കെ, 3.4 6.6. ഓക്കെ, നേരത്തെയും ചെറിയൊരു അപ്രോക്സിമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും, അപ്രോക്സിമേറ്റ്ലി എന്ത് വരും, 2 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, ലാൻഡ് സ്പ്ലിറ്റിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ കാര്യം. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഇൻറ്റൻസിറ്റിയും അതേപോലെ പീക്ക് ബ്രോഡനിങ്ങും, ഓക്കെ, പീക്ക് ബ്രോഡനിങ് ഇൻ ESRും അതേപോലെ ഇൻറ്റൻസിറ്റി ഓഫ് സിഗ്നലുമാണ് പഠിക്കേണ്ടത്. ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, NMRുമായിട്ട് കമ്പയർ ചെയ്യും. ഇൻറ്റൻസിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറയും intensity of ESR signal is actually greater than intensity of NMR signal. Okay, അതെന്തുകൊണ്ടാണ്, ബിക്കോസ് ESR സിഗ്നൽസിൽ your ground state is actually populated ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, മോർ ട്രാൻസിഷൻസ് ഉണ്ടാകും. ഓക്കെ, മോർ ട്രാൻസിഷൻസ് ഉണ്ടാകും. അങ്ങനെ മോർ ട്രാൻസിഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഗ്രേറ്റർ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ദ വിൽ ബി ഗ്രേറ്റർ ഇൻറ്റൻസിറ്റി. ഓക്കെ, ഗ്രേറ്റർ ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് പറയുക, നമ്മുടെ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോയിലടാ, ബോൾട്സ്മാൻ ലോ. ഓക്കെ, അറിയോ, N2/N1 is equal to e raised to minus delta E by kBT എന്നൊക്കെ നമ്മൾ എഴുതും അല്ലേ. അപ്പോൾ ഈ N2/N1ൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. ഇൻറ്റൻസിറ്റി ഈസ് ആക്ച്വലി ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ N1 എന്താണ്, യെസ്, പോപ്പുലേഷൻ അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ. പോപ്പുലേഷൻ അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, N2 എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ESR സിഗ്നൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്തായിരിക്കും, മോർ പോപ്പുലേറ്റഡ് ആയിരിക്കും. അങ്ങനെ മോർ പോപ്പുലേറ്റഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ ഇൻറ്റൻസിറ്റിയും എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, NMR സിഗ്നലുമായിട്ട് എന്ത് ചെയ്യുന്നതാണ്, കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി ഓക്കെ. ഇനി പീക്ക് ബ്രോഡനിങ് ഇൻ ESR. അപ്പോൾ NMRൻ്റെ സിഗ്നൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഡെൽറ്റ എന്നൊക്കെ എഴുതിയിട്ടില്ലേ, കെമിക്കൽ ഷിഫ്റ്റ് ഡെൽറ്റ PPM എന്നൊക്കെ നമ്മൾ എഴുതുന്നതാണ്. ആൻഡ് ഇവിടെ ഇൻറ്റൻസിറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സിംഗ്ലറ്റ് ഒക്കെ ഇങ്ങനെ വരയ്ക്കുന്നില്ലേ. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഷാർപ്പ് പീക്കാണ് അല്ലേ, ഷാർപ്പ് പീക്കാണ്. ഇനി ഡബ്ലറ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ, ഫോർ ദിസ്, ഓക്കെ, ഡബ്ലറ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഡെൽറ്റ PPM. ഓക്കെ, ഡബ്ലറ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കും അല്ലേ. നമ്മൾ വളരെ ഷാർപ്പായിട്ടുള്ളൊരു പീക്കാണ്. സോറി ഫോർ ദിസ്. അത് ESRൻ്റെ ആണ് കേട്ടോ. ഏതാണ്, വളരെ ബ്രോഡൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദിസ് ഇസ് യുവർ 1:1 റേഷ്യോയിലൊക്കെ നമ്മൾ എഴുതും അല്ലേ, ഡബ്ലറ്റിൻ്റെ. ഇതൊക്കെ നമുക്ക് പറയാം, പാസ്കൽ ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇനി ട്രിപ്ലറ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി 1:2:1. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, NMR സിഗ്നൽസ് എന്താണ്, ഷാർപ്പാണ്. ഓക്കെ, പക്ഷേ ESR സിഗ്നൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ബ്രോഡറാണ്. ഇറ്റ് ഈസ് ആക്ച്വലി ബ്രോഡസ്റ്റ് സിഗ്നൽസ് ആണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഏതാണ് നല്ലത്, ഷാർപ്പ് സിഗ്നൽസ് ആണോ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ ബ്രോഡസ്റ്റ് സിഗ്നൽസ് ആണോ? ഓഫ് കോഴ്സ് നമുക്ക് ആരാണ് നല്ലത്, നമ്മുടെ സ്റ്റഡി പേർപ്പസിന് ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ ഷാർപ്പ് സിഗ്നൽസ് ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ESR സിഗ്നൽസ് ആക്ച്വലി ബ്രോഡർ ആവുന്നത്? ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഹൈസൻബർഗ് അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഹൈസൻബർഗ് അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, ഇതാ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഒരു ഹൈസൻബർഗ് അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടാവും.
h/2π എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു h/2π ഈക്വൽ ടു ഞാൻ എടുക്കുകയാണ്. ഈ ഡെൽറ്റ ഇനെ ഞാൻ എന്ത് ചെയ്യുന്നു, യെസ് എച്ച് ഡെൽറ്റ ന്യൂ എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എച്ച് ക്യാൻസൽ ചെയ്യുന്നു ആൻഡ് ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു 1/2π ഡെൽറ്റ ടി. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്. നോക്കിക്കോളൂ, ഡെൽറ്റ ന്യൂ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് ആക്ച്വലി represents the width of the signal. Okay, this actually represents what? Yes, width of signal. അതായത് ബ്രോഡർ ആണോ ഷാർപ്പ് ആണോ നാരോ ആണോ എന്ന് പറയുന്നതാണ് this delta nu. And this is actually represents the relaxation time. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. റിലാക്സേഷൻ ടൈം ഡെൽറ്റ ടി, റിലാക്സേഷൻ ടൈം ഓക്കെ ലെസ്സർ ആണെങ്കിൽ യെസ് യുവർ പീക്ക് വിൽ ബി ബ്രോഡർ. പീക്ക് എന്തായിരിക്കും, പീക്കിന് എന്ത് സംഭവിക്കും, ബ്രോഡനിങ് സംഭവിക്കും എന്നെനിക്ക് പറയാലോ. ഓക്കെ, ഡെൽറ്റ ന്യൂ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിഡ്ത്ത് ഓഫ് സിഗ്നൽ. ഡെൽറ്റ ടി എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം കുറവാണെങ്കിൽ പീക്ക് എന്ത് ചെയ്യും, ബ്രോഡൻ ചെയ്യും. അപ്പോൾ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളെ, ദ റിലാക്സേഷൻ ടൈം ഓഫ് ഇലക്ട്രോൺ നമ്മൾ കമ്പയർ ചെയ്യാണ് ആരെ, ESR ഉം NMR. ഓക്കെ, റിലാക്സേഷൻ ടൈം ഓഫ് ഇലക്ട്രോൺ ഇസ് വെരി ലെസ്. ഓക്കെ, വെൻ കമ്പയർഡ് ടു യെസ് നമ്മുടെ പ്രോട്ടോൺ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ഡെൽറ്റ ന്യൂ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. റിലാക്സേഷൻ ടൈം ഇലക്ട്രോണിന് എന്താണ്, വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ പീക്ക് എന്തായിരിക്കും ഇവിടെ, ബ്രോഡൻ ആയിരിക്കും. ഓക്കെ, അതായത് ഇതാണ് പറയുന്നത് നമ്മുടെ ഓക്കെ യെസ് നമ്മളൊരു ഇൻറ്റൻസിറ്റി, ഇതാണ് നമ്മുടെ NMRൻ്റെ കാര്യം അല്ലേ, NMR ഡെൽറ്റ വേഴ്സസ് ഐ. ഓക്കെ, സിംഗ്ലെറ്റ്. അതേസമയം നമ്മൾ ESRൻ്റെ വരയ്ക്കുകയാണെങ്കിൽ ESR ഇങ്ങനെയായിരിക്കും. ESR എന്താണ്, G വേഴ്സസ് ഐ. ഓക്കെ, നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്രോഡർ ആയിട്ടുള്ളൊരു പീക്കാണ് കിട്ടുക. കാര്യം മനസ്സിലായോ, ദ പീക്ക് ഈസ് ആക്ച്വലി ബ്രോഡ്. ഓക്കെ, ഇനി ഡബ്ലറ്റ് ആണെങ്കിലോ, ഡബ്ലറ്റ് ആണെങ്കിൽ ഇതേപോലെ യെസ് ഇവിടെ എന്തായിരിക്കും, നമുക്ക് ഇത് കിട്ടും, യെസ് നമുക്ക് ഒരു ഷാർപ്പ് സിഗ്നൽ കിട്ടും, നാരോ സിഗ്നൽ കിട്ടും. അതേസമയം ESRൽ എങ്ങനെയായിരിക്കും, ESRൽ ഇവിടെ ഇങ്ങനെ ബ്രോഡർ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോറി ഫോർ ദിസ്, നമുക്ക് ബ്രോഡർ ആയിട്ടുള്ള സിഗ്നൽ നമുക്ക് കിട്ടും, പീക്ക് ബ്രോഡനിങ് നടക്കും. സോ G വേഴ്സസ് ഐ. ഓക്കെ, പക്ഷേ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്ക് ആക്ച്വലി നാരോ പീക്കാണോ നല്ലത് അല്ലെങ്കിൽ ബ്രോഡ് പീക്കാണോ നല്ലത്? യെസ്, ഓഫ് കോഴ്സ് നാരോ പീക്കാണ് നമുക്ക് നല്ലത് അല്ലേ. ആൻഡ് ബിക്കോസ് ഓഫ് ദ പീക്ക് ബ്രോഡനിങ്, ഓക്കെ, because of the peak broadening in ESR, it is very difficult to study. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെക്ട്രം അല്ല നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. അതായത് G വേഴ്സസ് ഐന് ഇൻസ്റ്റെഡ് ആയിട്ട്, അതായത് ഇൻസ്റ്റെഡ് ഓഫ് G വേഴ്സസ് ഐ, ഓക്കെ, so we take what? So we take first derivative എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ബൈ ഐ വേഴ്സസ് G ഗ്രാഫാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, എന്താ എഴുതിയിരിക്കുന്നത്, ബിക്കോസ് ഓഫ് പീക്ക് ബ്രോഡനിങ് ഇൻ ESR ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി. അതായത് ഈ ഗ്രാഫ് G വേഴ്സസ് ഐ, സോ വി ടേക്ക് വോട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡെൽറ്റ ഐ ബൈ ഐ വേഴ്സസ് G. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും, ഡെൽറ്റ ഐ ബൈ ഐ വേഴ്സസ് G എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഓക്കെ, ഇതാണ് സിംഗ്ലെറ്റ്. ഓക്കെ, ഡ്രോ ചെയ്തതിൽ ചിലപ്പോൾ ചെറിയൊരു ഇതുണ്ടാകും, എന്നാലും ഇനി ഡബിളറ്റ് ആണെങ്കിലോ ഇതേപോലെ നമ്മൾ NMR വരച്ചതുപോലെ വരും. ഓക്കെ,
മറു വരച്ചതുപോലെ എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെ ഇങ്ങനെ വരും. സോറി ഫോർ എൻ്റെ ഡ്രോയിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇങ്ങനെ. ഓക്കെ, ദിസ് ഇസ് യുവർ ഡബ്ലറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, നാരോ പീക്ക് കിട്ടി. ഓക്കെ, ദിസ് ഇസ് യുവർ യെസ് സോറി ഡെൽറ്റ ഐ ബൈ ഐ വേഴ്സസ് എന്തായിരിക്കും? ലാംഡ ഫാക്ടർ ജി. ഇനി ട്രിപ്ലറ്റ് ആണെങ്കിലോ ഇതേപോലെ ആയിരിക്കും മക്കളെ. ട്രിപ്ലറ്റ് ആണെങ്കിൽ യെസ്, ഓക്കെ 1:2:1 എന്നുള്ള റേഷ്യോ അല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഇതാ ഇങ്ങനെ ഇതിങ്ങനെ വരും. ഓക്കെ, യെസ്, ഇത് കുറച്ചൊന്ന് താഴോട്ട് വന്നോട്ടെ. ഓക്കെ, സോറി ഫോർ ദിസ്. ഒരു പ്രാവശ്യം വരക്കാം. Okay, yes, so this is your 1:2:1 delta I by I versus G. ഓക്കെ, സോ ഒറ്റ കാര്യമേ ഉള്ളൂ, ബ്രോഡനിങ് ആയിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, പ്ലോട്ട് ചെയ്യുന്നു. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദിസ് ഇസ് യുവർ ബ്രോഡനിങ് കൺസെപ്റ്റ്. റൈറ്റ്, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിങ്ങിനൊക്കെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ ഈ സെഷനിൽ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.